ഇന്നത്തെ നമ്മുടെ വീഡിയോ റാഗി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മില്ലറ്റ്സുകൾ. മില്ലറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ തന്നെ തികയേയില്ല. ഷുഗർ പേഷ്യൻസ് ഒക്കെ ഡെയിലി മില്ലറ്റ്സുകൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മരുന്ന് കഴിക്കാണ്ട് തന്നെ നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മില്ലറ്റ്സുകൾ ബെസ്റ്റാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് റാഗി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയായ റാഗി നനച്ചത് തയ്യാറാക്കിയെടുക്കാനായിട്ട് 1 കപ്പ് റാഗിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് റാഗിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് 3 പേർക്ക് നല്ലതുപോലെ കഴിക്കാനായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് റാഗിപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചൂടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ പൊടി കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടാക്കിയെടുത്ത പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കണം. നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ വേണം മാവ് നനച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ മാവ് നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. നമ്മുടെ മാവിൻ്റെ പരുവം അറിയാനായിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പിടിക്കുമ്പം നല്ല ഉരുളയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് കറക്റ്റായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് റിവേഴ്സ് ബട്ടണിൽ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഈ കട്ടകളൊക്കെ മാറിയിട്ട് നമ്മുടെ റാഗിയുടെ പൊടി ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റാഗിയുടെ പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ 2 ബാച്ചുകളായിട്ടാണ് കേട്ടോ നമ്മുടെ റാഗി ഒന്ന് ഇതുപോലെ പൊടിച്ച് എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റീമറിൽ വെച്ച് 10 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. കുറച്ച് ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു വാഴയിലയിലാണ് കേട്ടോ ഞാൻ റാഗിപ്പൊടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മൾ ഷുഗർ പേഷ്യൻസോ അല്ലെങ്കിൽ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. കുറച്ചും കൂടെ തേങ്ങയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ല ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. നമ്മുടെ റാഗി നനച്ചത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചെറിയ ചൂടോടെ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ലാണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള നമ്മുടെ റാഗി നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനായിട്ട് ശർക്കരയാണ് കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണോളം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ വയറ്റി എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുമാണ്. അതുകൂടി ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ബ്ലഡിൻ്റെ കുറവുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഡെയിലി അവരുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും റാഗി ചേർത്തിട്ടുള്ള വിഭവങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ മറക്കരുത്. ഈ ഒരു റാഗി നനച്ചതിൽ നമ്മൾ എല്ലാം ചേർത്തിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ്. പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെയ്യിലാണ് നമ്മൾ കാഷ്യൂനട്ടും മുന്തിരിങ്ങയൊക്കെ വറുത്ത് ചേർത്തിരിക്കുന്നത്. വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ റാഗി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.